തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പ്രതികൾ കസ്റ്റഡിയിൽ. പ്രതികളായ അനീഷയെയും ഭാവിനെയും 5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ. പ്രതികൾ മൂന്നാമതൊരു വ്യക്തിയുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇനി അന്വേഷണം കൂടുതൽ ദ്രുതഗതിയിലാകും. എന്തൊക്കെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അഖില, ഇന്ന് ഉച്ചയോടുകൂടിയാണ് പ്രതികളെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ കിട്ടിയത്. ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റിന് മുന്നിൽ 7 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ചോദിച്ചത്. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി ലഭിച്ചിരിക്കുന്നത്. ഭവിനെയും അനീഷയെയും വീണ്ടും ചോദ്യം ചെയ്യാനും അന്വേഷണത്തിന്റെ ഭാഗമായി തുടർ നടപടികളിലേക്ക് കടക്കാനുമാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ചാലക്കുടി ഡിവൈഎസ്പി PC വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇത്രയേറെ ദിവസങ്ങൾക്ക് ശേഷം, അതായത് അന്വേഷണ സംഘം ഈ പ്രതികളെ റിമാൻഡ് ചെയ്തതിനു ശേഷം 3 ദിവസങ്ങൾക്ക് ശേഷമാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. കസ്റ്റഡി അപേക്ഷ നൽകുന്ന സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് തുടക്കം മുതലുള്ള സംശയം മൂന്നാമത് മറ്റൊരാളുടെ സഹായം കൂടി പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തുകയായിരുന്നു. അക്കാര്യത്തിൽ ഒരു വിശദമായൊരു അന്വേഷണം തന്നെ പോലീസ് ഇനിയുള്ള ഘട്ടങ്ങളിൽ നടത്തുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഡിജിറ്റൽ തെളിവുകളുടെയും മറ്റും CDR വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലായിരിക്കും ഈ ഘട്ടത്തിൽ നടക്കുക. നേരത്തെ പ്രതികൾ പറഞ്ഞതനുസരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് അന്വേഷണ സംഘം തുടക്കമിട്ടായിരുന്നു. ഫോറൻസിക് പരിശോധനയും അതോടൊപ്പം തന്നെ DNA പരിശോധനയുടെ ഫലവും കൂടി ഇനിയും ലഭ്യമാവാനുണ്ട്. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളും പോലീസ് ഒരു വശത്തുകൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതേസമയത്ത് തന്നെ ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഒട്ടേറെ സംശയങ്ങൾ അന്വേഷണ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് ഈ ഘട്ടത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലൂടെ പോലീസ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും മൂന്നാമതൊരു വ്യക്തിയുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത്. പ്രതികളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അടക്കം ഈ ഘട്ടത്തിൽ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് കൂടി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ ഒന്നിച്ചിരുത്തിയും അല്ലാതെയും പ്രത്യേകമായി ചോദ്യം ചെയ്യും. ഈ ഒരു ചോദ്യം ചെയ്യലിൽ ചില നിർണായക വിവരങ്ങൾ കൂടി ലഭിച്ചാൽ അന്വേഷണ സംഘത്തിന് പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഇന്ന് കസ്റ്റഡി ലഭിച്ച ആദ്യത്തെ ദിവസമാണ്. ഇനിയുള്ള 4 ദിവസം കൂടി പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് കേസിൽ തുമ്പുണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘത്തിനുള്ളത്. അഖില, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.